രാധേ രാധേ. സർവപാപങ്ങളും ഇല്ലാതാകാനുള്ള ഒരു സിദ്ധ ഔഷധമാണ് ഗായത്രി ജപം എന്ന് പറയുന്നത്. ഗായത്രി സ്ത്രീകൾക്കും ജപിക്കാം എന്ന് അറിയുക. രാവിലെ ഗായത്രി നിന്നുകൊണ്ട് വേണം ജപിക്കാൻ. വൈകുന്നേരം ഗായത്രി ഇരുന്നു കൊണ്ട് വേണം ജപിക്കാൻ. രാവിലെ നിങ്ങൾ ജപിക്കുന്നത് കുളിച്ചു കഴിഞ്ഞതിന് ശേഷം കൈകളിൽ വെള്ളം എടുത്തിട്ട് ആ കൈകളിൽ വെള്ളം വെച്ച് അവിടെ നിന്ന് കിഴക്കോട്ട് നോക്കി വേണം നിങ്ങൾ ഗായത്രി ജപിക്കാൻ. സാധാരണ നമ്മൾ കുളത്തിൽ ഇറങ്ങിയാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ അത് പറ്റാത്തത് കൊണ്ട് അല്ലാതെ കുളിച്ചു പുറത്തു വന്നതിന് ശേഷമല്ല നമ്മൾ ഗായത്രി ജപിക്കുന്നത് എന്നറിയുക. ഇത് 24 മുതൽ മിനിമം പകല് ജപിക്കുന്നെങ്കിൽ മിനിമം 24 തൊട്ട് 108 തവണ വരെ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. ഇനി രാവിലെ മാത്രമല്ല വൈകുന്നേരവും നമുക്ക് എന്ത് ചെയ്യാം? ഗായത്രി ജപിക്കണം. കാരണം പകൽ സമയത്ത് അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചിട്ടുള്ള സകല പാപങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് സന്ധ്യയ്ക്ക് ഗായത്രി ജപിക്കുന്നത്. സന്ധ്യയ്ക്ക് ഗായത്രി ജപിക്കുമ്പോൾ മിനിമം 10 തവണയെങ്കിലും ജപിച്ചിരിക്കണം. പകലാണെങ്കിൽ 24 തവണ, മാക്സിമം 108. പിന്നെ 108 കൂടുതൽ എത്ര വേണമെങ്കിലും ആകാം, വളരെ നല്ലതായിരിക്കും. രാത്രി നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ബാധിച്ച തമസ്സിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പകല് ഗായത്രി ജപിക്കുന്നത്. അപ്പൊ 2 നേരം ഗായത്രി ജപിക്കുന്നതോടെ നമ്മൾ അന്നത്തെ ദിവസം ചെയ്ത എല്ലാ പാപങ്ങളും ഇല്ലാതാകും. നിത്യവും ഗായത്രി ജപിച്ചു കഴിഞ്ഞാൽ ഗ്രഹദോഷങ്ങൾ നിങ്ങളെ ബാധിക്കുകയില്ല. ചൊവ്വാദോഷക്കാരൊക്കെ ഇത് ചെയ്യണം. രാത്രിയിൽ ഒരു കാരണവശാലും ഗായത്രി ജപിക്കാൻ പാടില്ല. ഉപനയന സമയത്ത് ബ്രാഹ്മണർക്ക് ഈ മന്ത്രം ഉപദേശിച്ച് നൽകാറുണ്ട്. പ്രശസ്തമായ ഗായത്രി മന്ത്രം ഇതാണ്: ഓം ഭുർഭുവസ്വഹ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഇത് ഞാൻ വീഡിയോയ്ക്കകത്ത് എഴുതി കാണിക്കുന്നുണ്ട്. നിങ്ങൾ നിത്യവും ഗായത്രി ജപിക്കുന്നത് ശീലമാക്കുക.